നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വിദേശ മാധ്യമങ്ങളിലും കാട്ടുതീ പോലെ പടരുന്ന ഒരു വാർത്തയാണിത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നെതന്യാഹുവും കുടുംബവും കൊല്ലപ്പെട്ടുവെന്നും ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ പഴയ വീഡിയോകളാണെന്നും AI വീഡിയോകളാണെന്നും വരെ പ്രചരണങ്ങൾ നടന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. അതീവ സുരക്ഷിതമായ ബങ്കറുകളിൽ ഇരുന്നല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കഫേയിൽ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടാണ് നെതന്യാഹു ലോകത്തോട് സംസാരിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്നും അദ്ദേഹം വധിക്കപ്പെട്ടുവെന്നും വാർത്തകൾ വന്നത്. നെതന്യാഹുവിന്റെ മകൻ യാർ നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും നെതന്യാഹുവിന്റെ കൈവിരലുകളിൽ വ്യത്യാസമുണ്ടെന്ന് കാണിച്ച് പുറത്തുവന്ന ഒരു വീഡിയോ AI നിർമ്മിതമാണെന്ന വാദവുമൊക്കെ ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. എന്നാൽ ഇതിനെല്ലാം കൃത്യമായ മറുപടിയുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതെല്ലാം വെറും വ്യാജ വാർത്തകളാണ്. പ്രധാനമന്ത്രി പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് അവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ പുറത്തുവന്ന വീഡിയോയിൽ വളരെ ലാഘവത്തോടെയാണ് നെതന്യാഹുവിനെ കാണാൻ സാധിക്കുന്നത്. ഒരു കാപ്പി കുടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് കാപ്പി അത്രയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിനേക്കാൾ ഏറെ ഞാൻ എൻ്റെ രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും സ്നേഹിക്കുന്നു. താൻ ഒളിവിലല്ലെന്നും സുരക്ഷിതനാണെന്നും ലോകത്തെ കാണിക്കുകയാണ് ഇതിലൂടെ അദ്ദേഹം. ഒപ്പം ഇറാന്റെയും ലെബനന്റെയും മണ്ണിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തുന്ന അതിശക്തമായ സൈനിക നീക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. ശത്രുക്കളുടെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ പ്രഹരം തുടരുമെന്നും താൻ അതിന് നേരിട്ട് നേതൃത്വം നൽകുന്നുണ്ടെന്നും ഈ വീഡിയോയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. എല്ലാവരും ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, സുരക്ഷിത മുറികൾക്ക് സമീപം തുടരുക. രാജ്യം ഒരു നിർണായക യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾ ഭയപ്പെടരുതെന്നും ഭരണകൂടവും സൈന്യവും ഒപ്പമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വിദേശത്തുള്ള ഇസ്രായേൽ പൗരന്മാരോടും സുരക്ഷിതരായിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. തൻ്റെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടെന്ന രീതിയിൽ പ്രചരിച്ച എഡിറ്റഡ് വീഡിയോകളെയും പരിഹാസ രൂപേണ തള്ളിക്കളയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ചലനങ്ങൾ. യുദ്ധക്കളത്തിലെ വിജയത്തേക്കാൾ വലുതാണ് മാനസികമായ വിജയം എന്ന് നെതന്യാഹു ഈ വീഡിയോയിലൂടെ തെളിയിക്കുന്നു. വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വസിച്ചിരുന്നോ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന്? അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.